ഗൈസ്, കാൽപന്തു ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മത്സരമാണ്. ഒരു ഒരു ഭയങ്കര ബോറിംഗ് മത്സരം കഴിഞ്ഞു വരുന്ന ഫ്രാൻസും അത്ര ഫോമിലല്ലാത്ത പോർച്ചുഗലുമാണ് എന്താ ഒന്നിക്കാൻ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കളി എങ്ങനെ കാണുന്നു ഫർസി? എനിക്ക് തോന്നുന്നത് ഈ മാച്ച് കഴിഞ്ഞ വീഡിയോയിൽ കാലത്ത് പറഞ്ഞ പോലെ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഓപ്പൺ മാച്ച് ആയിരിക്കും. രണ്ട് ടീമും അറ്റാക്ക് ആക്കാൻ ശ്രമിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പോർച്ചുഗൽ ആണെങ്കിൽ മിഡ്ഫീൽഡ് നിന്ന് കളിക്കുന്ന ടീമല്ല, സ്ട്രെച്ച് ചെയ്ത് വിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കുന്ന ടീമാണ്. അതേപോലെ ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് നല്ല സ്ട്രോങ് മിഡ്ഫീൽഡാണ്. പോർച്ചുഗൽ മിഡ്ഫീൽഡേഴ്സ് അത്ര സ്ട്രോങ് മിഡ്ഫീൽഡേഴ്സ് അല്ല ഫിസിക്കലി. വിട്ടീഞ്ഞാണെങ്കിൽ ബ്രൂണോ ആണെങ്കിൽ പളിഞ്ഞുണ്ട്. ഓക്കെ, അതുകൊണ്ട് നല്ല ഓപ്പൺ മാച്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നു. രണ്ട് രീതിയിലും രണ്ട് ഭാഗത്ത് നല്ല കൗണ്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഈവൻ ഇപ്പോ ഇതേ സെയിം ലൈനെ പോർച്ചുഗൽ ഫ്രാൻസ് എടുക്കുകയാണെങ്കിൽ നല്ല ഓപ്പൺ മാച്ച് ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് മിഡ്ഫീൽഡ് ബാറ്റിൽസിൽ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരിക്കും മൊത്തത്തിൽ ഡോമിനേറ്റ് ആക്കാൻ പോകുന്നത്. കാരണം ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് റാബിയോ ആണെങ്കിലും കാണ്ടെ ആണെങ്കിലും ചൗമനി ആണെങ്കിലും ഫിസിക്കൽ വളരെ സ്ട്രോങ് ആയ പ്ലെയർ ആണ്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം വിട്ടീഞ്ഞാണ് പോർച്ചുഗലിന്റെ ബെസ്റ്റ് പ്ലെയർ ബൈ ഫാർ ടൂർണമെന്റില്. പുള്ളിയെ ബോൾ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. ഡീപ്പിൽ നിന്ന് ഒരു ബോള് അവിടുന്ന് ലൂസ് ആയെങ്കിൽ എന്തായാലും ഓപ്പൺ ചാൻസ് ആണ്. ആ പൊസിഷനിൽ പുള്ളിക്ക് എന്താ പറയാ ഹോൾഡ് ചെയ്ത് ബോൾ നിർത്തിക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് ഷാവിയൊക്കെ നിൽക്കുന്ന പോലെ നല്ല പ്ലെയർ ആണ് വിട്ടീഞ്ഞ. ബാർസ സ്റ്റൈലിൽ കളിക്കുന്ന, ബാർസക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പ്ലെയർ ആണ് വിട്ടീഞ്ഞക്ക് പള്ളി ഞാനൊപ്പം ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്രൂണോന്റെ ഫോമില്ലായ്മ എനിക്ക് നല്ല രീതിയിൽ ബാധിക്കും. ബ്രൂണോ ഇപ്പോ കഴിഞ്ഞ മാച്ച് പോലെ ആണെങ്കിൽ ബ്രൂണോ സബ് ഇറക്കുന്ന ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രൊഡക്ടിവിറ്റി വരുന്നില്ല. ആ പൊസിഷനിൽ വിട്ടീഞ്ഞ ഇറക്കുകയാണെങ്കിൽ വിട്ടീഞ്ഞ കുറച്ചും കൂടി സ്പേസും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. ബ്രൂണോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്രൂണോ ടോപ്പ് പ്ലെയർ ആണ്, ക്രിയേറ്റീവ് പ്ലെയർ. പക്ഷെ പുള്ളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ മൊറാലിൽ ബാധിക്കും. അത്ര ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന പ്ലെയറിനെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു കാര്യമില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഓൾറെഡി റൊണാൾഡോനേക്കാളും മേലെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന പ്ലെയർ ആണ് ബ്രൂണോ. അതുകൊണ്ട് ബ്രൂണോ അങ്ങനെ കുറച്ച് പിന്നെ മിസ് പൊസിഷൻ, ആവശ്യമില്ലാതെ റിസ്കി പാസസ്, ഇതൊക്കെയാണ് ബ്രൂണോന്റെ പ്രശ്നം. അപ്പൊ ബ്രൂണോ അങ്ങനെ താഴ്ന്നാണെങ്കിൽ ബെർനാർഡോനെ വിങ്ങിലേക്ക് കൊടുത്തിട്ട് കോൺസ്റ്റൻസി അവനായിട്ട് റൈറ്റ് വിങ്ങിൽ കൊടുത്തിട്ട് നല്ല ബാലൻസ് ടീം വർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഫർസീൻ ഇപ്പോൾ പോർച്ചുഗലിന്റെ ഫോം ഇല്ലായ്മ പറഞ്ഞു. പക്ഷെ നമ്മള് ഫ്രാൻസിനെ എടുത്തു നോക്കിയാ റബിയത്ത്, ചൊമനി എന്നൊക്കെ വലിയ വലിയ പേരുകൾ മാത്രമേ. റയൽ മാഡ്രിഡ് കളിച്ചു വരികയാണ് ചൊമനി. ഒക്കെ റബിയത്ത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. പക്ഷെ ഇവരൊന്നും ഒരു അവരുടെ ലെവലിലേക്കോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ഒരു കളിയോ കാഴ്ചവെക്കാൻ അവരെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. കാണ്ടയ്ക്കാണെങ്കിലും ഫസ്റ്റ് രണ്ട് കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ചെയ്തു, കംബാക്ക് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഇവര് ആ ഒരു കളിയിലോട്ട് വളരാത്തത് കൊണ്ടോ അതോ കാണ്ടയുടെ വീണ്ടും ഫോമില്ലായ്മ കാരണം കൊണ്ടോ കാണ്ടയ്ക്കും കഴിഞ്ഞ മത്സരത്തിൽ വലിയ ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ ഫ്രാൻസിനാണ് മുൻതൂക്കം എന്ന്. എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് ഫിസിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാണ് ഫ്രാൻസിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ടെക്നിക്കലി വൈസ് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനാണ് ഒരു അഡ്വാൻറ്റേജ്. വിട്ടീഞ്ഞ ബ്രൂണോ ഒക്കെ ഉണ്ട് അതുകൊണ്ട്. പക്ഷെ അതന്നെ ഫിസിക്കാലിറ്റി അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ആസ്പെക്ട് ആണോ മിഡ്ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പൊ സത്യം പറഞ്ഞാലല്ല. പക്ഷെ ഇപ്പൊ ഇപ്പൊ ക്ലബ് ഫുട്ബോൾ ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഫിസിക്കാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫ്രാൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചൗമനി, കാണ്ടെ രണ്ടുപേരും ഒരുമിച്ച് വിത്ത് റാബിയോ മൂന്ന് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് കുറച്ച് കൺസർവേറ്റീവ് മിഡ്ഫീൽഡേഴ്സിന് ആവശ്യമില്ല ഇവിടെ പറഞ്ഞാൽ. അതിന് പകരം ഇപ്പൊ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഗ്രീസ്മാൻ മിഡ്ഫീൽഡിലേക്ക് ഇറക്കി ഡെംബലയെ മറ്റു വിങ്ങിൽ ഇറക്കാം. ഡെംബലെ ഇറക്കാതിരിക്കുന്ന ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കാണുന്നത്. ഗ്രീസ്മാൻ ഫോമിൽ വന്നാൽ തന്നെ ഫ്രാൻസിന്റെ ഒരു പകുതിയും അവിടെ സേഫ് സോൺ ആയി. ഇവരൊക്കെ ഡിഫെൻസീവ് നോക്കുമ്പോഴും ഗ്രീസ്മാനെ ഇറങ്ങി വന്ന് പ്ലേ മേക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ തന്നെ ഫ്രാൻസിന്റെ 50% പ്രോബ്ലം അവിടെ ശരിയാകുമെന്നാണ് എന്റെ ഒരു ഇത്. എന്ത് പറയുന്നു? ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഗ്രീസ്മാൻ കളിച്ച പ്ലേ നമുക്ക് അറിയാം. കാരണം ഗ്രീസ്മാൻ മിഡ്ഫീൽഡിലാണ് കളിച്ചത്, ഫ്രണ്ട് ത്രീ അതിന് പുറകിലാണ് ഗ്രീസ്മാൻ കളിച്ചത്. അതേപോലെ ഇപ്രാവശ്യം ചെയ്യണം. ഇപ്പോ കാണ്ടെ ടീമിൽ വന്ന സ്ഥിതിക്ക്
വന്ന സ്ഥിതിക്ക് അതിനൊന്ന് വെച്ച് കാണിട്ടിയ ചോമ രണ്ടാളും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോ അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് മൊത്തത്തിൽ വേൾഡ് ഫുട്ബോൾ, മോഡേൺ ഫുട്ബോൾ. അത് അത്ര കൺസർവേറ്റീവ് ആയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ റാബിയോ കാണിട്ട് അല്ലെങ്കിൽ റാബിയോ ചൗമ ഇറങ്ങിയാൽ തന്നെ വെൽ ബാലൻസ്ഡ് ആണ്. ഗ്രീസ്മാൻ വളരെ വർക്ക് റേറ്റ് ഉള്ള പ്ലെയറും കൂടിയാണ്. അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? ഡെംബലിനെ പോലത്തെ ഡൈനാമിക് വിങ്ങർ ആണ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പോർച്ചുഗലിന് എതിരെ നല്ല ഓപ്പൺ ആവാൻ പറ്റും കൗണ്ടർ അറ്റാക്സ്. അപ്പോൾ ഡെംബലെ, തുറാം, എംബാപ്പെ ഫ്രണ്ടിൽ, അതിന് പുറകെ ഗ്രീസ്മാന് ഫ്രീ റോള് എടുത്ത് ഗ്രീസ്മാന് വർക്ക് റേറ്റ് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഫ്രാൻസിന് മുന്നേറാം. പക്ഷെ രണ്ട് ഡിഫൻസീവ് പ്ലെയറിന്റെ ആവശ്യം ഫ്രാൻസിന് സത്യം പറഞ്ഞെങ്കിൽ അത് കളിയെ ബോറാക്കുന്ന, കളിനെ സ്റ്റാൾ ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണ്. എന്താ അതുവരെ ഭയങ്കരമായി കളിച്ചുകൊണ്ടിരുന്ന നമുക്ക് വേൾഡ് കപ്പിൽ അർജന്റീനയും വിറച്ചു പോയത് ഈ ഒരു വിങ്ങേഴ്സ് കയറിയപ്പോഴാണ്. അതായത് എനിക്കൊന്ന് കൂമനെ പോലുള്ള പേസി ആയിട്ടുള്ള വിങ്ങേഴ്സ് പെട്ടെന്ന് വന്നപ്പോ എന്താ അർജന്റീന വീണ്ടും പകച്ചുപോയി. അത് തന്നെയാണ് ഫ്രാൻസിന്റെ വിജയം. എന്തുകൊണ്ടോ ഈ ഒരു യൂറോയിലും എന്തുകൊണ്ടാണ് ഇത് മാറ്റി കളിക്കുന്നത്? കാൻഡെ വന്നുകൊണ്ടുള്ള ആ ഒരു എന്താ മിഡ്ഫീൽഡിൽ എന്തായാലും കാൻഡെ വേണം എന്നുള്ള ആ ഒരു ഇതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തു പറയുന്നു? അതന്നെ പറഞ്ഞ അതാണ് പ്രശ്നം. ഫ്രാൻസിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് വിങ്ങേഴ്സ് ആണ്. ഡെംബലെ ആണെങ്കിലും കോമൻ ആയിരുന്നു, എംബാപ്പെ, കോലുമാനി വിങ്ങി കളിക്കുന്ന പ്ലെയർ ആണ്. ഇതുപോലെ പേസി പ്ലേയേഴ്സിന്റെ ആയിട്ട് ഇവര് കോമാൻ യൂസ് ചെയ്തില്ല യൂറോയിൽ എനിക്ക് തോന്നുന്നത്. തീരെ യൂസ് ചെയ്തില്ല. മിഡ്ഫീൽഡിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഏറയിലൊക്കെ. ഇതൊരുമാതിരി 4-4-2 ആണ് കളിക്കുന്നത്. ഇത് പറയുന്ന ട്രഡീഷണൽ ഫുട്ബോൾ. അതിന്റെ ആവശ്യമില്ല. കാരണം ഇത്രയൊക്കെ അടിപൊളി വിങ്ങേഴ്സ്മാർ അപ്പോൾ പ്ലേ മേക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രാൻസിനെയാണോ നമ്മൾ ഈ യൂറോയിൽ കാണുന്നത്? ഖാലിദ്, ഫർജി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മിഡിൽ കളിക്കുന്ന 3 പ്ലെയേഴ്സും കൺസർവേറ്റീവ് ആണ്. ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറും ക്രിയേറ്റിവിറ്റി ഇല്ല, ഒട്ടും ഇല്ല എന്നല്ല. ഇപ്പൊ ഷോമിനി ആയാലും പിന്നെ റാബിയോട്ട് ആയാലും കാൻഡ ആയാലും കൂടെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അവർക്ക് വേണം. ഇപ്പൊ മോഡ്രിച്ചിനെ പോലെ അല്ലെങ്കിൽ ഡിബ്രൂയിനെ പോലെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അവിടെ വേണം. അത് അവിടെ ഇല്ല. ഇപ്പോ ഫർജി പറഞ്ഞത് ഗ്രീസ്മൻ മിഡിലേക്ക് ഇറങ്ങി വന്ന് കളിച്ചാൽ ആ ഒരു മിഡിലേക്ക് ഒരു ക്രിയേറ്റീവ് അഡീഷൻ ആയിരിക്കും ഗ്രീസ്മൻ. പക്ഷെ അതിപ്പോ നടക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. വെറുതെ ഒരു ത്രൂ ബോൾട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഫ്രാൻസിന്. പക്ഷെ അതിനുള്ള സ്പേസും ഉണ്ട്, അതിനുള്ള മിഡ്ഫീൽഡും ഉണ്ട്. പക്ഷെ ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പൊ അവരെ കയ്യിലില്ല. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് രണ്ട് ടീമിനും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ ഫർജി പറഞ്ഞ ഈ ഫിസിക്കൽ സൈഡ് ഓഫ് ഫുട്ബോൾ അത് ഫ്രാൻസിനായിരിക്കും കൂടുതൽ മുൻതൂക്കം വരുന്നത്. കാരണം അവർ 3 മിഡ്ഫീൽഡേഴ്സും ഫിസിക്കലാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നു കാൻസലോ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർവേഡ് കയറും. അപ്പൊ ആ കാൻസലോയുടെ സ്പേസിൽ എംബാപ്പയെ കൊണ്ടും കൊലോമുനോനെ കൊണ്ടും യൂസ് ചെയ്യിക്കാനായിരിക്കും ദശാംശിന്റെ ആ ഒരു നീക്കങ്ങൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഐലൈനാ കളിക്കുന്നത്. അത് ഫ്രാൻസിനോട് പോലത്തെ ഒരു ക്വിക്ക് ടീമിനോട് വന്നാൽ ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഐലൈനാണ്. കാരണം 41 വയസ്സുള്ള പെപ്പയും സ്ലോ ഡിഫൻഡറായ ഒരു റൂബൻ ഡിയാസ് ആണ് അവരെ ബാക്ക് ത്രീയിൽ വരുന്നത്. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യും. ഇടയ്ക്ക് മെൻഡിസ് ഒക്കെ ആയിരിക്കും കളിക്കുക ബാക്ക് ത്രീയിലായിട്ട് സപ്പോർട്ടിന്. പക്ഷെ അതൊക്കെ ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. മെൻഡിസ് ആണ് ആകെ ഫ്രാൻസിന് ഒരു പ്രശ്നമായിട്ട് വരും ഡിഫൻസിൽ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ കൗണ്ടർ അടിച്ച് കയറി പോകാൻ പറ്റും. എംബാപ്പയ്ക്കൊക്കെ ത്രൈവ് ചെയ്യാൻ പറ്റുന്ന മാച്ചാണ് നെക്സ്റ്റ്. ആൻഡ് ഫ്രാൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡർ റാബിയോട്ടിന് ഇടുന്നത് ഒരു ഓവർ വെയിറ്റ് പോലെയാണ്. റാബിയോട്ടിന്റെ ആവശ്യം ശരിക്കും ആ ടീമിന് ഇപ്പൊ ഇല്ല. ഡിഫൻസീവ് സപ്പോർട്ടിന് ഡീപ് ലൈന് കളിക്കാനാണെങ്കിൽ ടുഷാമിന് കളിച്ചോളും. മിഡിൽ നിന്ന് ബോൾ വിന്ന് ചെയ്യാനാണെങ്കിൽ കാണ്ടെ കളിച്ചോളും. റാബിയോട്ട് അവിടെ എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല. പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, എന്നാലും ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും പറ്റുന്നില്ല. ഏറ്റവും നല്ല ഓപ്ഷൻ അവർക്ക് ഉണ്ട്, കമാവിംഗ ഉണ്ട്, ഈവൻ സയർ എമറി. PSG വൺ ഓഫ് ദി ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ആണ് സയർ എമറി. എന്നിട്ടും എമറി ഇതുവരെ മിനിറ്റ്സ് കിട്ടിയില്ല എന്ന് തോന്നുന്നു ഈ യൂറോയില്. ദശാംശ് വെറുതെ ഒരു സ്റ്റബോൺ സ്ട്രാറ്റജിയിൽ ഈ ടീമിനെ അണ്ടർ പെർഫോം ചെയ്യിക്കുകയാണ്. ഫർസി പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ ഫോർമേഷനിൽ പോകേണ്ട ഒരു കാര്യമില്ല ടീമിന്. ഈവൻ ഒരു 4-3-3 വെച്ച് കളിച്ചാൽ പോലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. ബട്ട് സ്റ്റിൽ
എന്താ ദശാംശ സ്റ്റബേൺ ആയിട്ട് 4-4-2, അതും ചില കളി 4-4-2 ആണെന്ന് തോന്നൂല. അവരെ സ്ട്രക്ചറും നമുക്കൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്കും പത്തറ്റിക് ആയിട്ടുള്ള ഒരു കളിയാണ് ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന്. ഈ ഫ്രാൻസിന്റെ ഈ ഫോമില്ലായ്മ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നാണ് എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കളിയൊക്കെ നോക്കിയാൽ ക്രിസ്ത്യാനോ ഇറങ്ങി വന്ന് എന്താ ടീമിനൊപ്പം കളിക്കുന്ന ആ ഒരു മെന്റാലിറ്റി എന്താ ഈ ഫ്രാൻസിന്റെ ഒപ്പം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും സ്കോർ ചെയ്തുകൊണ്ട് ഈ കളി എന്താ ഈ ടീമിനെ മുമ്പോട്ട് നയിക്കാൻ തന്നെയായിരിക്കും ക്രിസ്ത്യാനോ നോക്കുന്നത്. കാരണം ക്രിസ്ത്യാനോക്ക് ഒരുപാട് പാസുകൾ റിസീവ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനോ ഷോട്ട്സ് എടുക്കുന്നില്ല. അപ്പൊ ഈ ഷോട്ട്സ് എടുക്കുന്നതൊക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന ഷോട്ട്സ് ഒക്കെ എടുക്കാൻ തോന്നിയ പോർച്ചുഗലിനായിരിക്കില്ലേ വിജയ സാധ്യത ഫർസീൻ? ക്രിസ്ത്യാനോയുടെ കാര്യം പറഞ്ഞ ക്രിസ്ത്യാനോ ഇപ്പോ ഒരു ഡിസാസ്റ്റർ മാച്ച് കളിച്ചതിന് അടുത്ത കളി അദ്ദേഹം എന്തായാലും റിഡംഷൻ മാക്സിമം ഏറ്റവും കൂടുതൽ ഫുട്ബോളിൽ ഹിസ്റ്ററി ചെയ്തത് പുള്ളിയാണ്. കാരണം ഒരു ഡിസാസ്റ്റർ ഫുൾ 10 മാച്ച് കളിച്ച് പിറ്റേ കളിയിൽ ഫുൾ റിഡംഷൻ ആയിട്ട് ഹാട്രിക് ഗോൾസ് നേടിയത് പുള്ളിക്കാണ് അത് എടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്ന മോട്ടിവേഷനിൽ ബെസ്റ്റ് പെർഫോമൻസ് അടുത്ത കളി കാഴ്ചവെക്കും, ഈവൻ ഫ്രാൻസിനെതിരാണെങ്കിൽ. പിന്നെ പുള്ളി പിന്നെ ഒന്നുള്ള കാര്യം, പുള്ളി ഇപ്പോ മിഡ് ക്ലബ്സിന്റെ മിഡ് ഡിഫൻഡേഴ്സിനെതിരെ തന്നെ ആവറേജ് പെർഫോമൻസ് എടുക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാലിബും ഉപ്പുമക്കാനും ആണ് അദ്ദേഹത്തിന് ഏറ്റവും ചാലഞ്ചിങ്, ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ് സാലിബനാണ്. ടെക്നിക്കൽ വൈസ് ആണെങ്കിലും അവയർനെസിന്റെ വൈസ് ആണെങ്കിലും പുള്ളി സാലിബായിട്ടാണ് ബാറ്റിലുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നത് സാലിബായിട്ട് നല്ലൊരു ബാറ്റിലായിരിക്കും റൊണാൾഡോ സാലിബ കാണുന്നത്. അതിൽ ഉപ്പമക്കാനാണ് കുറച്ച് വീക്ക് ലിങ്ക് ആയിട്ട് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പുള്ളി ഐലൈന് കളിച്ച് പാസിംഗ് സെന്റർ ബാക്ക് ആണ്. അതുകൊണ്ട് അദ്ദേഹം ചാൻസ് എടുത്തിട്ട് അങ്ങനെ ഉള്ള ചാൻസ് കിട്ടിയാൽ റൊണാൾഡോ ആയി. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കളി അദ്ദേഹം മോശമായതുകൊണ്ട് അടുത്ത കളി അദ്ദേഹം കൺവേർഷൻ റേറ്റിൽ പക്കയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ റൊണാൾഡോ ഡിക്ലൈനിങ് ഫേസിലാണ് ഉള്ളത്. എന്നാൽ പോലും നമുക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 4 കളിയുള്ള മോശം പെർഫോമൻസ് പുള്ളി മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് രീതിയിൽ അടുത്ത കളി പോർച്ചുഗലില് സാലിബാക്കും ഉപ്പുമാക്കാനൊക്കെ ചാലഞ്ചിങ് ആയിട്ട് റൊണാൾഡോ ഉണ്ടാവും. അതാ ഞാൻ ചോദിക്കുന്നത്. വെറും ഡിഫൻസിനെ മാത്രം ഈ സലബയും തിയോയും എന്താ കഴിഞ്ഞ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ കുണ്ടിയൊക്കെ എന്താ അവരൊക്കെ മാത്രം എന്താ പ്രതീക്ഷിച്ച് കളിക്കുന്ന ഈ ഫ്രാൻസിന് എത്രത്തോളം സാധ്യതകളാണ് ഈ പോർച്ചുഗലിനെതിരെ ഉള്ളത് ഫർസീൻ? ഫ്രാൻസിന് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ടീം മിഡ് ആയതുകൊണ്ട് തന്നെ ഈ ചാൻസസ് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ കളി എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ നമുക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ പോർച്ചുഗൽ ജയിക്കാനാണ് ചാൻസ്. കാരണം ഫ്രാൻസിന് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റബോൺ ടാക്ടിക്സ് ആയിട്ട് ഇറക്കിയാൽ സ്റ്റബോൺ ആയിട്ട് ഈ ഡെഷാംസ് പറയുന്ന കൺസർവേറ്റീവ് ഓൾഡ് സ്കൂൾ മാനേജറാണ്. പുള്ളിയുടെ മാർട്ടിനേസ് പറയുന്നത് അത്ര ഓൾഡ് സ്കൂൾ അല്ല. മാർട്ടിനേസ് കുറെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുന്നുണ്ട് ടീമില്. സ്റ്റിൽ പുള്ളി എക്സ്പീരിയൻഷ്യൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പോർച്ചുഗലിന് കുറച്ചും കൂടി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ കളിയിൽ ചാൻസസ് കിട്ടും. കാരണം ഫ്രാൻസിന് അടുത്ത് കാലത്ത് പറഞ്ഞ പോലെ ഫ്രാൻസ് അറ്റാക്ക് ചെയ്യും, പോർച്ചുഗൽ ഐലൈനിലായിരിക്കും. അതുകൊണ്ട് നല്ല ഓപ്പൺ പ്ലേ ബാറ്റിൽ വന്നാൽ എനിക്ക് തോന്നുന്നത് അതിൽ പോർച്ചുഗലെ വിൻ ചെയ്യും. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നത്തെക്കാളും മോട്ടിവേറ്റഡ് ആയിരിക്കും അടുത്ത കളി. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിനാണ് ഇവിടെ വിജയ സാധ്യത. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എന്താ, നമ്മള് സ്പെയിനിനെതിരെയുള്ള ഹാട്രിക് കണ്ടു, സ്വിറ്റ്സർലാൻഡിനെതിരെ ഹാട്രിക് കണ്ടു. ഇതൊക്കെ ഒരു വിടവാങ്ങൽ ചടങ്ങായിട്ട് അടുത്ത കളി ക്രിസ്ത്യാനോയുടെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയുന്നു ഖാലിദ്? എനിക്കും തോന്നുന്നത് ക്രിസ്ത്യാനോ അടുത്ത കളി ഷൈൻ ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. കാരണം ഭയങ്കര ഒരു ലോ പീരീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിൽ നിന്നും ഒരു പ്രശ്നം തോന്നുന്നത് കൺവേർഷൻ റേറ്റ് ഇപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും റൊണാൾഡോ പരിഹരിക്കാൻ നോക്കും. അത് മാത്രമല്ല, ഇപ്പൊ ഫ്രാൻസും നല്ലോണം വിങ്ങേഴ്സിനെ വെച്ചും എല്ലാം അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ടീമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവരും അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ പോർച്ചുഗലിനും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പോർച്ചുഗൽ റൊണാൾഡോനെ വെച്ച് റൊണാൾഡോ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോ എനിക്കും തോന്നുന്നു ഇത് റൊണാൾഡോന്റെ റിഡംഷൻ മാച്ച് ആവാനാണ് ചാൻസ് കൂടുതൽ. റിഡംഷൻ മാച്ച് ആണെങ്കിൽ പോർച്ചുഗൽ ജയിക്കും. അപ്പോൾ ഗോൾ നില എന്തായിരിക്കും? ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര ഗോൾ അടിക്കും എന്നാണ് ഖാലിദിന്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ്? ഒരു ബ്രേസ് അല്ലെങ്കിൽ ഒരു ഹാട്രിക് ആയിരിക്കും റൊണാൾഡോ സ്കോർ ചെയ്യുക. അതേപോലെ ഫ്രാൻസും സ്കോർ ചെയ്യും. ഒരു 1 സൈഡ് മാച്ച് ആയിരിക്കില്ല, ഒരു 2-1 അല്ലെങ്കിൽ ഒരു 3-1 ആയിരിക്കും സ്കോർ ലൈൻ.
2-1 അതിലൊക്കെ ബ്രേസ് അടിച്ച് ക്രിസ്ത്യാനോയുടെ റെഡംഷൻ ആവുമെന്നാണ് ഖാലിദ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇതുവരെയുള്ള ഫോം നോക്കിയാലും ക്രിസ്ത്യാനോയുടെ കളിശൈലി നോക്കിയാലും വയസ്സ് നോക്കിയാലും ഫുട്ബോളിലുള്ള ക്രിസ്ത്യാനോയുടെ മാറ്റം നോക്കിയാലും ഐ ഡോണ്ട് തിങ്ക് സോ. എന്തായിരിക്കും ഗോൾ നില? ഗോൾ നില ഞാൻ പറയുകയാണെങ്കിൽ 1-0 ഫ്രാൻസ്. അത് തന്നെയായിരിക്കും. അത് ഒരു പ്രോബബ്ലി ഫ്രാൻസ് അടുത്ത കളി സിറ്റ് ബാക്ക് ചെയ്യാനാണ് നല്ല ചാൻസ് ഉള്ളത്. കാരണം അവരെ ഈ ഡിഫെൻസീവ് പ്ലേയേഴ്സ് ഉള്ള ഒരു അഡ്വാൻറ്റേജ് അത്. എന്നുവെച്ചാൽ കുണ്ടായാലും തിയോ ഹെർണാണ്ടസ് ആയാലും വിങ് പ്ലേ പോർച്ചുഗലിന്റെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ച് ഇവർക്ക് കിക്ക് കൗണ്ടേഴ്സ് ചെയ്യാനും പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട് ഫ്രാൻസിൽ അറ്റാക്കിൽ. ആ ഒരു അഡ്വാൻറ്റേജിൽ ഫ്രാൻസ് കുറെ ട്രൈ ചെയ്യാൻ നോക്കുമെങ്കിലും കൺവേർഷൻ കുറവാനുള്ള ടീമാണ് ഫ്രാൻസ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ 1-0 ഫ്രാൻസ് ജയിച്ചു പോകും. മാർട്ടിനസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് ഐലൈൻ കളിക്കും. പക്ഷെ അത് പ്ലേയേഴ്സിന്റെ പ്രൊഫൈൽസ് നോക്കിയിട്ടല്ല. കാരണം പോർച്ചുഗലിന്റെ ഡിഫൻസ് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ് ഫ്രാൻസിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഫ്രാൻസിന്റെ അറ്റാക്കേഴ്സ് ആണെങ്കിൽ വളരെ പേസി പ്ലേയേഴ്സാണ്. അതിനെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഫ്രാൻസ് 1-0 വിൻ. ഇപ്പോ ഡെത്ത് പറഞ്ഞതുപോലെ ഫ്രാൻസ് 1-0 ആണെങ്കിൽ ക്രിസ്ത്യാനോയുടെ കരിയറിൽ ആദ്യമായിട്ട് ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു മേജർ ടൂർണമെന്റ് ആയി ഇത് മാറുകയില്ലേ ഫർസി? എന്തായിരിക്കും ഗോൾ നില കളി കഴിയും? ഖാലിദ് പറഞ്ഞ പോലെ തന്നെ എൻഡ് ടു എൻഡ് മാച്ച് ആയിരിക്കും. ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കും. ഞാൻ പറയുന്ന 3-2 ആയിരിക്കും. 3-2 പോർച്ചുഗൽ. റൊണാൾഡോ എന്തായാലും ഒരു ഗോൾ അടിക്കും. എത്ര ഹാട്രിക് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗോൾ അടിക്കുമായിരിക്കും എന്തായാലും റൊണാൾഡോ. പിന്നെ ഈ ഹൈലൈന് റഫേലിയോന്റെ ഇതുവരെ തിളങ്ങാൻ പറ്റാതെ റഫേലിയോക്ക് അടുത്ത കളി തിളങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റഫേലിയോവനെയും തിയാഗോ മെൻഡസിന്റെയും കയ്യിലാണ് അടുത്ത മാച്ച് പേഴ്സണലി. പിന്നെ ബ്രൂണോക്കാണ് ട്രാൻസിഷനിൽ ഏറ്റവും യൂസ് ചെയ്യേണ്ട പ്ലെയർ ബ്രൂണോനാണ്. ബ്രൂണോവും വിട്ടീഞ്ഞവും ലിയാവോ മെൻഡസ് ഇവരൊക്കെയാണ് മെയിൻ കൗണ്ടേഴ്സിൽ ഉപകാരപ്പെടുന്ന പ്ലേയേഴ്സ്. അപ്പോ ഇവരൊക്കെ പെർഫോമൻസ് പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു 3-2 ഫോർ പോർച്ചുഗൽ. നല്ല ഞാൻ ഈ രണ്ട് ടീമും ഏറ്റവും ഫേസ്റ്റ് ബേസിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ യൂറോയിൽ ഏറ്റവും എന്റർടൈനിങ് മാച്ച് നെക്സ്റ്റ് മാച്ച് ആയിരിക്കും ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ. അതുകൊണ്ട് അതിൽ 3-2 പോർച്ചുഗൽ. ഈ പിന്നെ ഒരു കേസ് പറയുന്നത് ഈ ഫ്രാൻസ് ലോ ബ്ലോക്ക് കളിക്കുകയാണെങ്കിൽ ഇതെടുത്ത് പറഞ്ഞ പോലെ പിന്നെയും കളി ബോറിംഗിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഫ്രാൻസ് അങ്ങനെ കളിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ടീമും മെന്റാലിറ്റി. ഫ്രാൻസ് ലോ ബ്ലോക്ക് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചു കയറ്റും. അതേ എനിക്ക് പറയാം. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോ ബ്ലോക്ക് ആണെങ്കിലും ഓർ ഐ ലൈനിൽ കളിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത കളി ഗോൾ അടിക്കും എന്തായാലും. പിന്നെ ഇംഗ്ലണ്ടിനെ പോലെ അല്ല, ഇംഗ്ലണ്ടിനെ പോലെ പെർഫോമൻസ് ആണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ മെന്റാലിറ്റി അല്ല ഫ്രാൻസിനുള്ള. ഫ്രാൻസിന് ബോൾ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഡോമിനേറ്റ് ചെയ്യണം, കളി ഡോമിനേറ്റ് ചെയ്യണമെന്നാണ് ഫ്രാൻസിനുണ്ട്. പോർച്ചുഗലിനെതിരെ എനിക്ക് തോന്നുന്ന ഫ്രാൻസ് അറ്റാക്ക് ചെയ്യും തോന്നുന്ന. കാരണം ഡിഫെൻസീവില് മറ്റേ പെപ്പെ എടുത്ത് പറഞ്ഞ പോലെ നൈലൈൻ കളിക്കും. പെപ്പെ ക്യാൻസലോ ഡിയാസോ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും വൾണറബിൾ ആണ്. ഡിയാസാണ് ഏറ്റവും അറിയുന്ന ഫ്ലോപ്പ് എനിക്ക് തോന്നുന്നത്. പുള്ളി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നില്ല. പിന്നെ പെപ്പെ എനിക്ക് തോന്നുന്നു അടുത്ത കളി പെപ്പനെ ഇതൊരു ഹാർട്ട് ടേക്ക് ആണ്. പെപ്പനെ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കളി അടുത്ത കളി പെപ്പനെ പേഴ്സണലി ഫോർ മീ. കാരണം ഭയങ്കര സ്പീഡി പ്ലേയേഴ്സ് ആണ്. ആന്റോണിയോ സിൽവ രണ്ട് മിസ്റ്റേക്ക് ആക്കി ഗോൾ കൊടുത്ത് ആന്റോണിയോ സിൽവാനെ ഇറക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നത്. കാരണം എംബാപ്പയൊക്കെ കൗണ്ടേഴ്സിലൊക്കെ എന്തായാലും പെപ്പയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാൻസലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പെപ്പന്റെ കാര്യം പറയണം, 41 years ഏജ് ആയി. അപ്പോ നമുക്ക് തോന്നുന്നത് ആടെ ചേഞ്ച് നടത്തുന്നതായിരിക്കും പോർച്ചുഗൽ നല്ലത്. എന്താ പറഞ്ഞോളൂ. 1-0 എന്ന് ഞാൻ പറയാൻ കാരണം ഫ്രാൻസ് ഡിഫെൻസീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലോ ബ്ലോക്ക് കാരണമല്ല. അവരൊരു പ്രോബബ്ലി ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു മിഡ് ബ്ലോക്ക് ഉള്ള ഫ്യൂഷനിലായിരിക്കും നിൽക്കുക. ബോൾ അധികം കയ്യിൽ വെക്കാൻ ട്രൈ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഏറ്റവും നല്ല കൗണ്ടർ അറ്റാക്കിംഗ് ആണ്. പോർച്ചുഗൽ ഡിഫെൻസീവ്ലി നോക്കിയാൽ അവർക്ക് അത്ര ഈസി ആവില്ല. കാരണം ഡിഫെൻസീവ്ലി ഫിസിക്കലി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ സ്പേസ് ഗിവ് അവേ ചെയ്യുന്ന പ്ലേയേഴ്സാണ്. അതുകൊണ്ട് എങ്ങനെ പോയ ഒരു കൗണ്ടേഴ്സിനായിരിക്കും ഫ്രാൻസ് അധികം നെക്സ്റ്റ് മാച്ച് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗസ് ആണ്. ക്രിസ്ത്യാനോയുടെ വമ്പൻ പെർഫോമൻസ് പ്രതീക്ഷിക്കാമെന്ന് ഖാലിദ്. ഒരു
ക്രിസ്ത്യാനോയുടെ ആദ്യത്തെ ഗോൾ അടുത്ത കളിയിലായിരിക്കുമെന്ന് ഫർസീൻ, അല്ലെങ്കിൽ ഇതുപോലെ ഇതേ അവസ്ഥയിൽ തന്നെ വളരെ മോശം പെർഫോമൻസിലായി ഒരു ഗോളും അടിക്കാതെ പുറത്തു പോകുമെന്ന് ഡെത്ത്. അപ്പോൾ എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ ഐ ആം ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് യുനോ. സംഭവം കഴിഞ്ഞ മാച്ചുകളൊക്കെ ഭയങ്കര ബോറിംഗ് ആയി വന്നെങ്കിലും അടുത്ത കളി ഒരു നല്ലൊരു മാച്ച് ആവട്ടെ, ഇതുവരെ യൂറോയിൽ തന്നെ സംഭവിച്ച ഏറ്റവും മികച്ച ഇൻട്രസ്റ്റിംഗ് മാച്ച് ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ നല്ലൊരു മാച്ച് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫർസീൻ, ഖാലിദ് ആൻഡ് ഡെത്ത്.